പറഞ്ഞു വരുന്നത്, അവൾ ഒരു തവണ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയതാണെന്നും ആ ഭർത്താവ് പിന്നെ വീണ്ടും അവളെ കൂട്ടി കൊണ്ടുവന്നതാണെന്നും അവൾക്ക് മാസം ചെലവിന് ഒരു 500 രൂപ കൊടുക്കുള്ളൂ എന്നും ഇവന് പിന്നെ പെങ്ങൾക്കാണ് ക്യാഷ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ഹസ്ബൻഡ് പൈസ അയച്ചു കൊടുക്കുന്നതെല്ലാം ഈ പറഞ്ഞ സിസ്റ്ററാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിനൊരു മാസം 500 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ, 500-600 രൂപ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ ഈ പറഞ്ഞൊരു സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, വീട് എന്നൊരു ചിന്ത മാത്രമായിട്ട് നടക്കുന്ന ഒരു പെണ്ണായിരുന്നു ഈ പറഞ്ഞ ശകല. ഇവർ ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്ന സമയത്ത്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ എന്തും പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത് നിങ്ങൾക്കറിയോ? ബാങ്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത് ഔദ്യോഗികമായിട്ടുള്ള പരാതിയിലുള്ളതാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾ എന്തിനാണ് ബാങ്ക് പോണത്? ബാങ്കിന്റെ ആകെ ഒന്ന് കാണാൻ അവരെന്തിനാണ് ബാങ്ക് പോയത്? അതോ ബാങ്ക് മാനേജറെയും ബാങ്കിലെ തൊഴിലാളികളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോട്ടെ ഒളിച്ചോടി പോകും, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ട്രെയിനിൽ ഞാൻ ഒളിച്ചോടുന്ന ആൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടും എന്ന് ബാങ്കിലുള്ളവരോടൊക്കെ യാത്ര പറയാനാണോ ഇവർ ബാങ്ക് പോയത്? ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആള്. എന്ത് മണ്ടത്തരാണ് ഇവര് പറയുന്നത്? കല്യാണം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടിക്ക് ലൈഫ് സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ സമൂഹം വരുത്തി വെക്കുന്ന ഏറ്റവും വലിയൊരു ആപത്ത്. പറഞ്ഞു വരുന്നത് ഷഹല എന്നുള്ള കഴിഞ്ഞ ദിവസം ഒളിച്ചോടി പോയിട്ടുള്ള ഒരു പെണ്ണിനെ പറ്റിയാണ്. വിവാഹം സക്സസ് ആവാത്ത സ്ത്രീകളൊക്കെ സൂയിസൈഡ് ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിൽ. അങ്ങനെ സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ ഈ നാട്ടിൽ എത്ര സ്ത്രീകൾ ബാക്കി കാണും? ഇവരെന്ത് വിവരക്കടയെ പറയുന്നത്? വിവാഹ ജീവിതം സക്സസ് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണം എന്നാണ്. ഈ നാട്ടിൽ എത്ര സ്ത്രീകൾ ബാക്കി ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ബാക്കി ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കാണ്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളൊക്കെ 100% സംതൃപ്തരാണോ? ഒരിക്കലും ആവില്ല, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇവര് പറയുന്നത് എന്താ? കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവര് പറഞ്ഞ കണക്കിന് ഈ നാട്ടിൽ എത്ര സ്ത്രീകൾ ബാക്കി ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സ്ത്രീകൾ ബാക്കി ഉണ്ടാവുന്നുള്ളത്. എന്തെങ്കിലും വിളിച്ചു പറയാം. പറഞ്ഞു വരുന്നത്, അവൾ ഒരു തവണ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയതാണെന്നും ആ ഭർത്താവ് പിന്നെ വീണ്ടും അവളെ കൂട്ടി കൊണ്ടുവന്നതാണെന്നും അവൾക്ക് മാസം ചെലവിന് ഒരു 500 രൂപ കൊടുക്കുള്ളൂ എന്നും ഇവന് പിന്നെ പെങ്ങൾക്കാണ് ക്യാഷ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ഹസ്ബൻഡ് പൈസ അയച്ചു കൊടുക്കുന്നതെല്ലാം ഈ പറഞ്ഞ സിസ്റ്ററാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിനൊരു മാസം 500 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ, 500-600 രൂപ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ ഈ പറഞ്ഞൊരു സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, വീട് എന്നൊരു ചിന്ത മാത്രമായിട്ട് നടക്കുന്ന ഒരു പെണ്ണായിരുന്നു ഈ പറഞ്ഞ ശകല. അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്. എന്തൊരു പൊട്ടത്തരാണ് പറയുന്നത് നോക്കി. ഈ ശേല എന്ന പെണ്ണ് ഒളിച്ചോടിയത് വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഇവർ ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്ന സമയത്ത്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ എന്തും പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത് നിങ്ങൾക്കറിയോ? ബാങ്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത് ഔദ്യോഗികമായിട്ടുള്ള പരാതിയിലുള്ളതാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾ എന്തിനാണ് ബാങ്ക് പോണത്? ബാങ്കിന്റെ ആകെ ഒന്ന് കാണാൻ അവരെന്തിനാണ് ബാങ്ക് പോയത്? അതോ ബാങ്ക് മാനേജറെയും ബാങ്കിലെ തൊഴിലാളികളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോട്ടെ ഒളിച്ചോടി പോകും, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ട്രെയിനിൽ ഞാൻ ഒളിച്ചോടുന്ന ആൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടും എന്ന് ബാങ്കിലുള്ളവരോടൊക്കെ യാത്ര പറയാനാണോ ഇവര് ബാങ്ക് പോയത്? ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആള്. എന്ത് മണ്ടത്തരാണ് ഇവര് പറയുന്നത്? ഇതൊക്കെ കോമൺ സെൻസിൽ ആലോചിച്ചാൽ കിട്ടില്ലേ? പൊട്ടത്തരാണ് ഈ പറയുന്നത്. അതും ഇല്ലേ, ഭർത്താവ് പെങ്ങൾക്കാണ് അത്ര പൈസ വെച്ചു കൊടുക്കല്. മാസത്തിൽ ഇപ്പൊ 1 രൂപ പോലും അയച്ചു കൊടുക്കില്ല, സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. എന്നിട്ട് ഒളിച്ചോടുന്ന സമയത്ത് ഈ പെണ്ണ് ആദ്യം പോയത് ബാങ്കിലേക്കാണ്. അതെന്തിനാ പോയത്? ബാങ്ക് മാനേജറോട് ഡാറ്റ പറയാനാണ്. അതേ മാനേജർ സാറേ ഞാൻ ഒളിച്ചോടി പോണേ എന്ന് പറയാനാണ് അവർ ബാങ്ക് പോയത്. ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആള്. ഇത്തരത്തിൽ മണ്ടത്തരം പറയാം. ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവര് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കോമഡി. ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ? അതുപോലും ഇല്ലേ ഇതിന് ഇത്തരത്തിൽ ന്യായീകരിക്കുന്ന ആളുകൾക്ക്? അത് സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് കറക്റ്റ് ആയതിനെ പറ്റി ഒരു ധാരണ എനിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഒരു പെണ്ണിന് അവന്റെ ഭർത്താവിനെ വേണ്ട, അവിടെ ലൈഫിൽ സിറ്റുവേഷൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാരാണ് അതിനൊന്ന് കൈകാര്യം ചെയ്തിട്ട് അവർക്ക് ആ ലൈഫ് ശരിയാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഒരു പെണ്ണിന് ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അടുത്ത മണ്ടത്തരം. ഈ സമൂഹത്തിൽ ഒരു പെണ്ണിന് ഡിവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത്ര ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒളിച്ചോടി പോയ ഷഹന എന്ന പെണ്ണ് ഒരു മുസ്ലിമാണ്. ഇസ്ലാം മതത്തില് പെണ്ണിന് ഡിവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ മാഡം. ഫസക്ക് ചെല്ലുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതോ നിങ്ങൾക്ക് മതത്തിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ ഇജാതി ബ്ലണ്ടറൊക്കെ അടിച്ചു വിടുന്നത്? ഫസക്ക് ചെയ്യുക, സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ മുന്നോട്ട് സാധിക്കില്ലെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം പുരുഷനെ ഫസക്ക് ചെയ്യാം. അതായത് പുരുഷനെ സ്ത്രീക്ക് ഡിവോഴ്സ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇസ്ലാമിൽ ഉണ്ടല്ലോ. സ്ത്രീകൾക്ക് ഒരു ഓപ്ഷനും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടിട്ടാണ്? ഇങ്ങനത്തെ കോമൺ സെൻസ് അല്ലേ ഇതൊക്കെ? ഇതുപോലെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഫസക്ക് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? നിങ്ങൾ മലബാർ പത്രങ്ങളിൽ എടുത്തു നോക്കൂ. മലബാർ പത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും പത്രസ്ഥാപനങ്ങളെയോ മറ്റോ ആക്ഷേപിച്ചിട്ട് കൊണ്ടല്ല. മലബാറിൽ കൂടുതൽ സർക്കുലേഷനുള്ള ചില പത്രങ്ങളുണ്ട്. പ്രധാനമായിട്ടും മാധ്യമം,
ചന്ദ്രിക, സുപ്രഭാതം, ഇങ്ങനെ കുറച്ച് പത്രങ്ങളുണ്ട്. ഈ പത്രങ്ങളിലെ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ ജോലിക്ക് ആവശ്യമുണ്ട്, ഇവിടെ ജോലിക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ആവശ്യമുണ്ട്, ഇവിടെ ഓൺലൈൻസിന് ആവശ്യമുണ്ട് എന്നൊക്കെ ഇത്തരത്തിൽ പരസ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു പേജ് ഉണ്ടാവുമല്ലോ. ഈ പേജിന്റെ താഴ്ഭാഗത്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ത്രീ ഫസഖ് ചെയ്യുന്ന പരസ്യം. മിക്കവാറും എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ ഒരു പതിപ്പിൽ ഒന്നായിട്ട് കുറെ ഇത്തരം ഫസഖ് ചെയ്യുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബ്ലണ്ടർ അടിച്ചിട്ട് വരുന്നേ ഒരു സ്ത്രീക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലാന്ന്. ഇതൊക്കെ സാമാന്യ വിവരല്ലേ? അതുപോലും ഇല്ല അവർക്കൊന്നും. എന്ന് പറഞ്ഞാൽ പോലും അവളെ കുടുംബക്കാരാണ് അതിലേക്ക് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അപ്പൊ ആ കുടുംബക്കാർ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ അവൾ സൂയിസൈഡ് ചെയ്യലായിരുന്നു. ഒരു പക്ഷെ അവൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്കാരും സഹതാപ വീഡിയോ ആയിട്ട് വന്നേനെ. പക്ഷെ ആ ഒരു സ്ഥാനത്ത് അവൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താ വെച്ചാൽ സ്റ്റേബിളായി നിൽക്കാതെ സ്വന്തം ജീവിതം കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ മണ്ടത്തരം ചെയ്തു എന്നുള്ളതാണ്. ഇവരുടെ വീഡിയോയിൽ കുറച്ചെങ്കിലും യോജിപ്പുള്ള അവസാനം ഈ പറഞ്ഞ കാര്യത്തിലാണ്. ഒരു സ്ത്രീ ഡോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഫസഖ് ചെയ്യാൻ തയ്യാറായാൽ പോലും ആ പെണ്ണിനെ പലപ്പോഴും തടയുന്നത് അതിന്റെ വീട്ടുകാരനാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, അതൊക്കെ സഹിച്ചല്ലേ പറ്റുമോ, കണ്ടില്ലേ ഇനി നമ്മുടെ കുടുംബത്തിൽ അവിടെ നമ്മുടെ കുടുംബത്തിന് അത്ര പേരുണ്ട്, ഇത്ര പേരുണ്ട്, നമ്മൾ അത്ര അറിയപ്പെടുന്ന ആളുകളാണ്, ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ട്രാപ്പിൽ ചെയ്യുന്നത് ഈ മിക്കവാറും മാതാപിതാക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ. കുട്ടികൾ വീർപ്പ് മുട്ടിയാണ് ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ഇവർ മനസ്സിലാക്കാറില്ല. അത് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ്. അത് ഇവർ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. മാതാപിതാക്കളും മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ ചില കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാസ്തവം തന്നെയാണ്. എന്ന് വെച്ച് കുടുംബജീവിതത്തിൽ തൃപ്തിയില്ലാത്ത എല്ലാവരും ആത്മഹത്യ ചെയ്യാനുള്ള ബ്ലണ്ടർ നിങ്ങൾ പറയരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ ഇത്തരത്തിലുള്ള മണ്ടത്തരം ചെയ്തുകൊണ്ടുള്ളത്. സത്യമായിട്ട് അവർ പറഞ്ഞ 100% ഞാൻ യോജിക്കുകയാണ്. ശാല എന്ന പെൺകുട്ടി ചെയ്തത് ശുദ്ധ മണ്ടത്തരാണ്. ഒരിക്കലും ഞാൻ ശാല ചെയ്യാൻ പാടില്ല. അങ്ങനെ താല്പര്യം ഡോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ശാലക്ക് ഭർത്താവിനോട് പറഞ്ഞൂടെ, നിങ്ങൾ എന്തൊക്കെ പോലെയാ അപ്പളെ നിങ്ങളെ പറ്റൂല, നിങ്ങൾ പോയിക്കോളി, എനിക്ക് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അയാൾ ഡോസ് കൊടുക്കൂലേ. ഇതൊക്കെ സിമ്പിളായിട്ട് നടത്താവുന്ന കാര്യമാണ്. അതിനുശേഷം ഈ കുട്ടിക്ക് വേണമെങ്കിൽ ഈ ഒളിച്ചോടി പോയവനെ വിവാഹം ചെയ്യാമായിരുന്നു. അത്തരം സാധ്യതകളൊക്കെ ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിലെ ബ്ലണ്ടർ ചെയ്ത് ബന്ധുക്കളെ നാട്ടുകാരെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് ഇത് ചെയ്യേണ്ടില്ലായിരുന്നു. ഈ പെണ്ണ് ചെയ്ത മണ്ടത്തരം എവിടെയാണ്? നമ്മളിപ്പോ ഈ ശാലനെ ന്യായീകരിക്കുന്ന ഇതേ സമയം ആരുടെ കൂടെ ഒളിച്ചോടി പോയത് ആ ചെങ്ങായിക്ക് 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. അറിയുന്നത് 3 കുട്ടികളാണ് അവനുള്ളത്. അവന്റെ 3ാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായം. അവനില്ലേ ഭാര്യ, അവളെ കാര്യം ആര് പറയും? അവളെ വെള്ളം പൂശാൻ ആരുണ്ട്? ശേലയെ വെള്ളം പൂശാൻ ഇവരെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ 10 ഇരട്ടി വേദനയിൽ കടന്നു പോകുന്ന സ്ത്രീ അപ്പുറത്തുണ്ട്. അവരൊന്നും ഇവര് കാണുന്നില്ല. ഇവര് ശേലനെ കണ്ടിട്ട് വെള്ളപ്പൂശി വയറ്റ് വാശി അടിച്ച് നിർത്തുകയാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. എന്നിട്ടോ ഒളിച്ചോടി പോകുമ്പോൾ ശേല അവസാനം പോയത് അവിടെ ബാങ്കില്. ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആള് എന്തിനാണ് ബാങ്കിൽ പോയത്? അത് വെറുതെ ബാങ്കിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാൻ. ഇജാതി മണ്ടത്തരം പറഞ്ഞ് ഈ പെണ്ണിനെ ന്യായീകരിച്ചാണ്. എന്നാൽ ഇതുപോലൊരു സ്ത്രീയുടെ അപ്പുറത്ത് ഒളിച്ചോടി ചാടിപ്പോയതിന്റെ പെണ്ണുങ്ങള്, അതിന്റെ വേദന ഇവരാരും കാണുന്നില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവരൊക്കെ സെലക്റ്റീവ് ആണെന്നേ എനിക്കതാ മനസ്സിലാവുന്നത്. ഒരു ന്യായീകരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അതും ഇതുപോലുള്ള ബ്ലണ്ടറുകൾ പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്. അതാ സങ്കടം. അപ്പൊ അതുകൊണ്ട് ഇത്തരം തെണ്ടിത്തരത്തിനെയൊന്നും കൂടുതൽ ന്യായീകരിക്കാതെ യുക്തിസഹമായിട്ട് തീരുമാനം എടുക്കാൻ എല്ലാവരും തയ്യാറാവണം. അല്ലാതെ വെറുതെ എങ്ങനെ ന്യായീകരിച്ച് വൃത്തികേടാക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുന്ന വളരെ വിനീതമായ മറ്റൊരു വീഡിയോ ഒട്ടും വേഗത്തിൽ കാണാമെന്ന പ്രതീക്ഷയോടെ അത്ര കാലത്തേക്ക് പറയുന്നു.